Krishna's color key. Let's talk, let's chat, and let's enjoy. ഹായ് നമസ്കാരം, എല്ലാവർക്കും കൃഷ്ണ സ്കൂളിലേക്ക് സ്വാഗതം. വിജയദശമി കഴിഞ്ഞു. ഇനി എല്ലാവരും നന്നായി പഠിക്കാനായിട്ടുള്ള ഒരു ചിന്തയിലായിരിക്കും. അപ്പോൾ ഒരു മന്ത്രമുണ്ട്, സരസ്വതി മന്ത്രം പറഞ്ഞുകൊണ്ട് രാവിലെ പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അത് പ്രയോജനപ്പെടും. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അരുൺ എന്നെ വിളിച്ചു, ദുബായിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ആൾ ലുലുവിലാണ് വർക്ക് ചെയ്യുന്നത്. കൃഷ്ണ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കണേ, പാട്ട് മാത്രമല്ല. അപ്പം ഞാൻ പറഞ്ഞു സംസാരിക്കുന്നില്ല. അപ്പം അത് മാത്രമല്ല, ഇപ്പം എൻ്റെ വിഷയം, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് നമ്മൾ കുട്ടികളുടെ ഒരു സെൻ്ററുണ്ട്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ സെൻ്ററുണ്ട്. അപ്പം മോണ്ടിസറി എഡ്യൂക്കേഷനാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധമായിട്ട്, അതായത് അമ്മമാർക്ക് ഒരു പുതുതായിട്ട് വരുന്ന പേരൻസിന് പല കാര്യങ്ങളും അറിയില്ല, കുഞ്ഞുങ്ങളെ റെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങളും കൂടെ സംസാരിക്കണേ എന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഞങ്ങളിവിടെ കുറച്ച് കൂടുതൽ സർവീസാണ് നമ്മൾ ചെയ്യുന്നത്. കാര്യം കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ സംസാരശേഷിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഞാൻ സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംസാരശേഷി കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്ന എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിൽ ഞാൻ പറയാൻ വരുന്നത്, ഇപ്പോൾ വിജയദശമിക്ക് നമ്മൾ എഴുത്തിനിരുത്തും അല്ലേ, 2-2.5 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ എഴുത്തിനിരുത്തും. അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എഴുതുന്നതായിരിക്കും. പക്ഷെ അല്ല, അത് നമ്മൾ എഴുതുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പൂജാരിയാണോ അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലും ആണ് എഴുതിക്കുന്നതെങ്കിൽ അവർ പറഞ്ഞു തരും, ഓം ഹരിശ്രീ ഗണപതയെ നമഃ അവിഘ്നമസ്തു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ സംസാരത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എഴുത്ത് മാത്രമല്ല വിജയദശമിക്ക് നടക്കുന്നത്, നമ്മുടെ ടോക്ക്, സംസാരം, നമ്മൾ വാചാലമാവണം. അതും കൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ നമ്മൾ മുൻഗണന കൊടുക്കുന്ന എഴുത്തിനിരുത്തുകയാണെന്ന് പറയും അല്ലേ. അപ്പോൾ എഴുത്തല്ല, ആക്ച്വലി സംസാരം കൂടെയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ സംസാരം എന്നൊക്കെ എവിടെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഒരു അമ്മ പ്രഗ്നൻ്റ് ആകുമ്പോൾ, ഒരു ലേഡി പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അമ്മയാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ 6 മാസം ആകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഹിയറിങ് എബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിയറിങ് മീൻസ് കേൾക്കാനുള്ള ശക്തി കുഞ്ഞുങ്ങൾക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 മാസം മുതൽ തന്നെ ഈ അമ്മ കുഞ്ഞിനോട് സംസാരിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് മനസ്സിലാവും, കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ പല പേരൻസും പറയുന്നേക്കാം, 3 വയസ്സിൽ ഞങ്ങൾ പറയും നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ പേരൻസ് പറയും, ഈ കുഞ്ഞല്ലേ എങ്ങനെയാണ് കുഞ്ഞിന് മനസ്സിലാവുക എന്ന്. കൊള്ളാലോ. അപ്പം ഞാൻ ചോദിക്കും, നിങ്ങളൊരു മൊബൈൽ എടുത്ത് കുഞ്ഞിന് കൊടുക്കും, നമ്മളെക്കാൾ നന്നായിട്ട് അവർ ആ മൊബൈൽ യൂസ് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ പിന്നെ കുഞ്ഞിനെന്താ മനസ്സിലാവാത്തത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 6th month ഓൺവേർഡ്സ് ബ്രെയിനിലെ പല ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത് കൊണ്ട് ഈ ഹിയറിങ് വരും. അപ്പോൾ നിങ്ങൾ സംസാരിക്കണം, കുഞ്ഞിനോട് സംസാരിക്കണം. അതിന് മനസ്സിലാവും എങ്ങനെ അമ്മയുടെ എല്ലാ എന്താ പറയുക ഇമോഷൻസും കുഞ്ഞിന് മനസ്സിലാവും. അപ്പോൾ പുറത്ത് വരുമ്പോൾ നമ്മൾ ചോദിക്കാറില്ലേ, കുഞ്ഞ് എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ പ്രഗ്നൻസിയിൽ? ഡോക്ടേഴ്സ് ചോദിക്കാറുണ്ട്, പ്രഗ്നൻസി ടൈമിലെങ്ങാനും നിങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടോ, അത് കുഞ്ഞിനെ എഫക്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. എന്തുകൊണ്ടാണ്? അപ്പം ഒരമ്മയുടെ എന്ത് ഇമോഷണൽ സ്റ്റേജ് ഉണ്ടോ അതെല്ലാം ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ അറ്റാച്ച്മെൻറ്റ്, അമ്മയായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? ബിക്കോസ് ഈ 9 months അവരുടെ വയറിന് മുമ്പിലുള്ളിലായിരുന്നത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അമ്മേനെ മനസ്സിലാക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തുകൊണ്ട് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നില്ല കുഞ്ഞുങ്ങളെ? അതാ പറഞ്ഞ പ്രഗ്നൻസിയിൽ 6th month ആകുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കുഞ്ഞിനോട് സംസാരിക്കുക. രണ്ടാമത്, ഏത് മതസ്ഥരായിക്കോട്ടെ, നിങ്ങൾ ഡിവോഷണൽ സോങ്സ് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പ്ലേ ചെയ്യുക. പിന്നെ രണ്ടാമത്, പ്രഗ്നൻസി ടൈമിൽ മൊബൈൽ യൂസ് ചെയ്യരുത്, കഴിവതും യൂസ് ചെയ്യരുത്. ഇനി അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഹെഡ്സെറ്റ് ഇടുക, എന്നിട്ട് ഇയർഫോൺ ഉപയോഗിച്ച് നിങ്ങൾ സംസാരിക്കുക. എത്രയും അകലത്തിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വെക്കാൻ പറ്റുമോ അത്രയും അകലത്തിൽ നിങ്ങൾ സൂക്ഷിക്കാം. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് 4 ഫോൺ ഉണ്ടായിരുന്നു. ഞങ്ങൾ സെൻറ്റർ ആക്ച്വലി ഞങ്ങളുടെ സ്ഥാപനം യുഫോണി ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ഇയർ ഐ തിങ്ക് 2016 ആയപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ മെയിൻലി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളൊരു സെൻറ്റർ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തത്. മറ്റുള്ളവർക്ക് ജ്ഞാനം കൊടുക്കുക, ലൈക്ക് കുഞ്ഞുങ്ങൾക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ദ ബെസ്റ്റ് നോളജ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ദൈവം ഞങ്ങൾക്ക് തന്നെ ഒരു കുഞ്ഞിനെ തന്നു. അപ്പോൾ അതാ പറഞ്ഞു, നമ്മൾ എന്ത് നല്ലത് ചെയ്യുന്നു അത് നമുക്ക് തന്നെ തിരിച്ച് കിട്ടും. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുന്നത്, 3-4 ഫോൺ. അപ്പോൾ എല്ലാത്തിലും ഞാൻ ഇത് ഇയർഫോൺ വെച്ചിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് സംസാരിച്ചിരുന്നത്. മാക്സിമം ടച്ച് ചെയ്യാതിരിക്കാൻ നോക്കുമായിരുന്നു. പക്ഷേ ചില സമയത്ത് എനിക്ക് ആവശ്യം വരും. എന്നാലും ഒരു ചില മന്ത്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ. പിന്നെ എൻ്റെ ഒരു അഡ്മിൻ കുട്ടി ഉണ്ടായിരുന്നു, അവർ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ റേഡിയേഷൻ, ഈ മൊബൈലിൻ്റെ റേഡിയേഷൻ എന്ന് പറയുന്നത് വളരെ
വളരെ ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് പഠനം കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ മൊബൈൽ ഇൻഡസ്ട്രി ഇത് പുറത്ത് പറയത്തില്ല, കാരണം അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡേറ്റാസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയെ ബാധിക്കുന്നത് മൊബൈൽ റേഡിയേഷൻ കൊണ്ടാണെന്നുള്ളത്. പക്ഷേ മൊബൈൽ ഇൻഡസ്ട്രി ഈസ് എ ബിഗ് ഇൻഡസ്ട്രി. അത് അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരിക്കലും അതിനിവർ സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ സ്റ്റഡീസിൽ ഒരിക്കലും ഇത് പുറത്ത് വരത്തില്ല, എത്ര പേര് ഇത് പഠിച്ചാലും ഇത് പുറത്ത് വരത്തില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അലക്സ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒത്തിരി ടെക്നോളജീസ് ഉണ്ട് അല്ലേ. അപ്പോൾ അലക്സ യൂസ് ചെയ്യുന്നുണ്ട്, ദൂരെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യണം സോങ്, അലക്സ പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പ്ലേ ചെയ്ത് തരാം. അതൊന്നും നമ്മുടെ അടുത്ത് തന്നെ വെക്കണമെന്നില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ്, നമുക്കിപ്പോൾ ആഫ്റ്റർ ഡെലിവറി നമ്മൾ കുഞ്ഞിനോട് ഫസ്റ്റ് ഡേ ഓൺവേർഡ് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം എനിക്ക് തോന്നുന്നു ഒരാഴ്ചയൊക്കെ ആയപ്പോൾ, മോന് പ്രസവിച്ച് ഒരാഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും എന്നെ കാണാനായിട്ട് ഞങ്ങളുടെ സ്കൂളിലൊരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെ കാല് പൊക്ക്, സോക്സ് ഇടാൻ വേണ്ടിയിട്ടാണ്, മിറ്റൻസ് കയ്യിലിടുന്ന മിറ്റൻസാണ്. അപ്പോൾ അതിന് കൈ ഒന്ന് പൊക്കുക, ലെഫ്റ്റ് കൈ പൊക്കുക, റൈറ്റ് കൈ പൊക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇവൻ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ തന്നെ എൻ്റെ മോന്. അപ്പോൾ ടീച്ചർ ചോദിച്ചു, ഇതെന്തത് കുഞ്ഞിനോട് സംസാരിച്ചിട്ടൊക്കെ ഇടുന്നത്? ഞാൻ പറഞ്ഞു, എന്തേ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. കാരണം എൻ്റെ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഇവനെ എന്താ പറയുക ഇൻക്യുബേറ്ററിലായിരുന്നു. കാരണം ഒരു 1 വീക്ക് പ്രിമച്ചുറായിട്ടാണ് വന്നത്. അപ്പോൾ ഇൻക്യുബേറ്ററിലായിരുന്നപ്പോൾ ഒന്ന് ഡോക്ടർ നോക്കിയതാണ് എങ്ങനെയായിരിക്കും ഇവൻ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ പോയി കണ്ടതിന് ശേഷം കൈ ക്രിബിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. മൻഹർ, എൻ്റെ മോൻ്റെ പേര് മൻഹർ എന്നാണ്. മോൻ എന്താ ചെയ്യുന്നതിന് കൈ ഇങ്ങനെ എടുത്ത് നേരെ ആ വിരലിൽ പോയി പിടിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇത്രയും കുട്ടിക്ക് മനസ്സിലാകുന്നത് അവിടെ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഉണ്ടെന്നുള്ളതും അവനെ ആരോ തൊട്ടു എന്നുള്ളതും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് പോലും തുറക്കാതെ കൈ വെച്ച് തന്നെ പരതിയിട്ട് തൊടുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്നല്ലേ. അപ്പോൾ അവരുടെ സംസാരിക്കാനുള്ള ശേഷി കുറച്ച് സമയം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. പക്ഷേ അവരിതെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാമല്ലോ, കുഞ്ഞ് ചിലപ്പോൾ ചിരിക്കുന്നു, നമ്മളിങ്ങനെ അവർ മുകളിലോട്ട് നോക്കിയിട്ട് ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഏഞ്ചൽസ് വരുമ്പോൾ അവർ സന്തോഷിപ്പിക്കുമ്പോഴാണ് ചിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ അതവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ? അപ്പോൾ അവർക്ക് കേൾക്കാൻ കഴിയുന്നതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനോട് സംസാരിച്ചു കൊണ്ട് തന്നെ പാല് തരട്ടെ എന്ന് ചോദിച്ചിട്ട് വേണം പാല് കൊടുക്കാനായിട്ട്. അപ്പോൾ അല്ലാതെ കുട്ടിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. തെറ്റാണ്. ഫ്രം 6th month ഓഫ് ദ പ്രഗ്നൻസി ഓൺവേർഡ്സ് അവർക്ക് നന്നായിട്ട് മനസ്സിലായി തുടങ്ങും. ജനിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കണ്ണു തുറന്നില്ലേ പോലും അവർക്ക് സെൻസ് ചെയ്യാനുള്ള കഴിവ് ദൈവം കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെൻസ് ചെയ്ത് അവർ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാനിത് എടുത്തു പറയാൻ കാരണം ഈ വിജയദശമിയിൽ നമ്മൾ പ്രഗ്നൻ്റായ അമ്മമാരാണെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംസാരശേഷി ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധയോടെ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ എത്ര സംസാരിക്കുന്നു അതിലും ഇരട്ടി അവർ നമ്മളോട് സംസാരിക്കും. ഓക്കെ, അപ്പോൾ 2-3 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചെറുതിലേ തന്നെ സൗണ്ട് 3 മാസമാകുമ്പോൾ ഉള്ള സൗണ്ട്സ് ഉണ്ട്, അതൊക്കെ പിന്നെ ഗെസ്റ്റേഴ്സിലൂടെ അവർ സംസാരിക്കും. ഇതൊക്കെ ഒരു ലാംഗ്വേജാണ്. അപ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ 8th വരെ കാത്തിരിക്കേണ്ട, അതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തുടങ്ങും. അപ്പോൾ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.